വേഗം പോകാൻ നോക്ക് പെണ്ണേ. ഇനി ഇവിടെ നിന്ന് നമുക്ക് കൂടെ ശല്യമാകാതെ ഇനി എന്തൊക്കെ പരിപാടികളുള്ളതാ. ദേവിയെ എഴുന്നള്ളിക്കുമ്പോൾ നമ്മളിവിടെ വേണ്ടേ? ജാനി രണ്ടുപേരെയും ഒന്ന് നോക്കി മോളെയും എടുത്ത് അവിടെ നിന്നും പതുക്കെ വീട്ടിലേക്ക് നടന്നു. ആൺപടകൾ ആരും അമ്മയും മകളും പോകുന്നത് കണ്ടതുമില്ല. ജാനിയുടെ കൂടെ പോകണമെന്നുണ്ടെങ്കിലും ഇനിയുള്ള ചടങ്ങുകൾക്ക് തങ്ങളെ സഹായിക്കാൻ നിർമ്മല ഇവിടെ തന്നെ വേണമെന്ന് കട്ടായ തീരുമാനം ഹേമ പറഞ്ഞപ്പോൾ അവർക്കും പോകാൻ കഴിഞ്ഞില്ല. ചെരുപ്പ് പോലും ഇല്ലാതെ മോളെയും എടുത്ത് ആ വഴിയിലൂടെ നടക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. വേദന അവൾക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. എങ്ങനെയെങ്കിലും വീട്ടിലെത്തണം, ഒന്ന് കിടന്നാ മതി, അത് മാത്രമായിരുന്നു മനസ്സിൽ. അതിനിടയിലും അവളുടെ മനസ്സിലൂടെ കലണ്ടറിലെ തീയതികൾ മെന്നിമാഞ്ഞു. ചുവന്ന ദിനങ്ങൾ വരാൻ ഇനിയുമുണ്ട് 2 ആഴ്ച. പിന്നെ എന്താകും തനിക്ക് പെട്ടെന്ന് ഈ വയറുവേദനയ്ക്ക് കാരണമെന്ന് എത്ര ആലോചിച്ചിട്ടും അവൾക്കൊരു പിടുത്തവും കിട്ടിയില്ല. വേദന അതികഠിനമാകുമ്പോൾ അവൾ ആ വഴിയിൽ മോളെ ഇറക്കി നിർത്തി. ഒരു 5 മിനിറ്റ് നിൽക്കും. വീണ്ടും മോളെ എടുത്ത് ഒക്കത്ത് വെച്ച് വീട്ടിലേക്ക് നടക്കും. അമ്പലപ്പറമ്പിൽ നിന്നും കുറച്ചങ്ങ് മാറിയപ്പോൾ ആളും അനക്കവും ഇല്ല. സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചവും മോളുടെ നിർത്താതെയുള്ള വർത്തമാനവും മാത്രമാണ് അവൾക്ക് കൂട്ടായുള്ളത്. ആകെ വിയർത്തൊലിച്ച് ഒരു പരുവമായി കഴിഞ്ഞിരുന്നു ജാനി. ഇതിനോടകം തന്നെ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ ഡ്രസ്സ് പോലും മാറാതെ ഒന്ന് കിടക്കണം. അഗ്നിയില്ലാത്തത് കൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുമാത്രമായിരുന്നു അവളുടെ മനസ്സിനുള്ളിൽ. എങ്ങനെയൊക്കെയോ നടന്ന് ദേവർമഠത്തിന്റെ ഗേറ്റ് കടന്നപ്പോൾ തന്നെ അവൾ മുന്നിലേക്ക് കാലെടുത്ത് വെക്കാൻ തളർന്നു പോകുന്നുണ്ടായിരുന്നു. വീഴാൻ പോകുന്ന കാലുകളെയും മോളെയും എങ്ങനെയൊക്കെയോ താങ്ങി പിടിച്ച് അവൾ വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ കേൾക്കാം അകത്തു നിന്നുള്ള ഒച്ചപ്പാടും അട്ടഹാസങ്ങളും. ഇതിപ്പോ ആരാ? അവളുടെ മനസ്സിൽ ആ ചോദ്യം ഒന്നുകൂടി വന്നു. തോളിൽ കിടക്കുന്ന രുദ്രമോൾ ആണെങ്കിൽ ഇതിനോടകം തന്നെ ഉറക്കം പിടിച്ചിരുന്നു. ചാരിയിട്ടിരുന്ന വാതിൽ തള്ളി തുറക്കുമ്പോൾ അവിടെ കണ്ട കാഴ്ചയിൽ ജാനിയുടെ ഹൃദയം പോലും ഒരു നിമിഷം നിന്നുപോയി. വാതിൽ തുറന്നപ്പോൾ തന്നെ സിഗരറ്റിന്റെ രൂക്ഷ ഗന്ധം അവളുടെ നോട്ടം മുന്നോട്ട് പോയി. സെറ്റിയുടെ മുന്നിലുള്ള മേശയിലിരിക്കുന്ന മദ്യക്കുപ്പികളും അതിനോട് ചേർന്നുള്ള ചിപ്സും സാധനങ്ങളും. അവൾ ആ വാതിൽപ്പടിയിൽ നിന്നുകൊണ്ട് തന്നെ അകത്തേക്ക് ഒന്നുകൂടെ കണ്ണോടിച്ചു. സെറ്റിയുടെ വശത്ത് കാണുന്ന 2 കാലുകൾ, അതിലെ കൊലുസ് കണ്ടപ്പോൾ തന്നെ അത് സായുവാണെന്ന് ജാനിക്ക് മനസ്സിലായി. സായുവിന് എന്തു പറ്റിക്കാണും എന്നാലോചിച്ച നിമിഷമാണ് മുറിയിൽ നിന്നും കേൾക്കുന്ന മൂളലുകളും നെടുവീർപ്പുകളും അവളെ ആകെ തളർത്തി കളഞ്ഞത്. തോളിൽ കിടന്ന മോളെ അവൾ ഒന്നുകൂടെ മുറുക്കെ പിടിച്ചു. ആരെങ്കിലും സായുവിനെ അപായപ്പെടുത്തുവാൻ നോക്കുകയാണോ എന്നാണ് ആ പാവം പൊട്ടിപ്പെണ്ണിന്റെ മനസ്സിൽ തോന്നിയത്. അപ്പോഴാണ് അവൾ ശരിക്കും അത് കാണുന്നത്. അകത്ത് ഭിത്തിയോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ചന്തുവിനെ ആകെ മൊത്തത്തിൽ ഞെരിച്ചമർത്തി ചുംബിക്കുന്ന ഒരുവൻ. എന്താ എന്താ ഇവിടെ? അവിടെ കണ്ട കാഴ്ചയിൽ ആകെ തകർന്നു പോയ ജാനി സർവ്വശക്തിയുമെടുത്ത് അലറുകയായിരുന്നു. ജാനിയുടെ ശബ്ദം കേട്ട് അപ്പോഴാണ് എല്ലാവരും പല ഭാഗത്തു നിന്നും അവളെ ഒന്ന് നോക്കിയത്. സ്റ്റെയർകേസിന്റെ ഭാഗത്ത് ഇത്രയും നേരം നിഴലായി മാത്രം കണ്ടിരുന്ന 2 പുരുഷന്മാർ കൂടി ഉണ്ടെന്നുള്ള സത്യം ഇപ്പോഴാണ് ജാനകിക്ക് മനസ്സിലായത്. സ്റ്റെപ്പുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന സായുവിന്റെ കോലം അക്ഷരാർത്ഥത്തിൽ ജാനിയിൽ അറപ്പാണുളവാക്കിയത്. അലങ്കോലമായി കിടക്കുന്ന മുടിയും അർദ്ധനഗ്നയായ അവളുടെ രൂപവും അവളുടെ ബനിയൻ അവിടെ നിൽക്കുന്ന ഏതോ ഒരുത്തന്റെ കയ്യിലാണ്. ജാനി എല്ലാവരെയും ഒന്ന് കലിപ്പിച്ച് നോക്കിക്കൊണ്ട് മറ്റൊന്നും പറയാതെ മോളുമായി സ്റ്റെപ്പ് കയറി മുകളിലേക്ക് നടന്നു. അവളുടെ അറപ്പും വെറുപ്പും മറ്റുള്ളവരിൽ ഒരു വികാരവും ഉണ്ടാക്കിയില്ല. ജാനി കയറിപ്പോകുന്നത് നോക്കിക്കൊണ്ട് രാഹുലും അവന്റെ കൊമ്പനും അവിടെ ഇരുന്നു ബാക്കി മദ്യം കൂടെ ഉള്ളിലാക്കിക്കൊണ്ടേയിരുന്നു. മോളെ സായു, കേറിപ്പോയ സാധനം കൊള്ളാമല്ലോ. അവളുടെ ചേച്ചിക്ക് പോലും അത്രയ്ക്ക് നല്ല സുഗന്ധം കിട്ടിയിട്ടില്ല എനിക്ക്. മോനെ വിഷ്ണു, ഒത്തിരി അങ്ങോട്ട് ഇപ്പോഴേ ആക്രാന്തം കാണിക്കണ്ട. നിനക്കുള്ളത് തന്നെയാണ്. പിന്നെ അകത്തിരിക്കുന്ന അവളെ പുറത്ത് ചാടിക്കണം. അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. വല്ലാത്തൊരു ഭാവത്തിൽ അതും പറഞ്ഞ് അവൾ മേശയിലിരുന്ന ബിയർ കയ്യിലേക്കെടുത്തു. അതുപോലൊരാറ്റം ചരക്കിനെ പുറത്ത് ചാടിക്കാനാണോ പാട്? വീർത്തൊലിച്ച് വന്നതാണെങ്കിലും എന്തൊരു സ്ട്രക്ചറാണ്. പിന്നെ അടുത്തൂടെ അങ്ങ് പാസ് ചെയ്യുമ്പോൾ നല്ല ഭസ്മത്തിൻ്റെയും ചന്ദനത്തിൻ്റെയും മണം. മോനെ രാഹുലേ, നിന്റെ തലയിൽ അതങ്ങ് കിക്കായെന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു അവനെ നോക്കി. കൊമ്പനിരിക്കുമ്പോൾ ഈ വാലാടുമോ? എൻ്റെ വിഷ്ണുവേട്ടൻ ഉപയോഗിച്ചു കഴിഞ്ഞ് മിച്ചം വരുന്നത് മാത്രം എനിക്കൊന്ന് ഉപ്പ് നോക്കാൻ തന്നാൽ മതി. ഉപ്പ് മാത്രമല്ലടാ, നീ വേറെ പലതും നോക്കിക്കോ, എനിക്കതൊന്നും പ്രശ്നമല്ല. ആദ്യം ആ സാധനത്തെ മുറിയിൽ നിന്ന്
നമുക്കടുത്തേക്ക് കൊണ്ടുവരണ്ടേ? എന്നിട്ടല്ലേ ബാക്കി കലാപരിപാടി. അല്പസമയത്തിനകം ബാലെ തുടങ്ങുകയായിരിക്കും. പാഞ്ചാലി വസ്ത്രാക്ഷേപം അവതരിപ്പിക്കുന്നത് കൊമ്പൻ ആൻഡ് വിഷ്ണു, അസിസ്റ്റന്റുകളായി രാഹുൽ, സത്യ എന്നിവർ. പിന്നെ പാഞ്ചാലി നമ്മുടെ പുതിയ ആർട്ടിസ്റ്റ് ജാനകി. അവസരത്തിനനുസരിച്ച് സായു കൂടി ആ ഡയലോഗ് അങ്ങ് കാച്ചിയപ്പോൾ എല്ലാവരുടെയും മുഖത്ത് ഒരു പുഞ്ചിരിയല്ല, കൊലച്ചിരി തന്നെ വിടർന്നു. അതേ ചിരിയോടെ തന്നെ എല്ലാവരും ഇരുന്ന് കയ്യിലുള്ള കുപ്പികൾ വായിലേക്ക് കമഴ്ത്തി. ജാനി രുദ്രമോളെ ഒരു തരത്തിൽ കട്ടിലിൽ കിടത്തി. വയറുവേദന സഹിക്കാൻ കഴിയുന്നില്ല. ശരീരം പോലും നേരെ നിൽക്കുന്നില്ല. ആകെ കുനിഞ്ഞു കൂടി പോകുന്ന ഒരു തരം വേദന. എൻ്റെ ദേവി, ഈ വേദന എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പുറവ കുറച്ച് ചൂടുവെള്ളമെങ്കിലും കുടിച്ച ഒരാശ്വാസമായേനെ. പക്ഷെ ഞാൻ എങ്ങനെയാണ് ഈ വൃത്തികെട്ട ജന്തുക്കൾക്ക് ഇടയിലൂടെ അടുക്കളയ്ക്ക് പോകുന്നത്? അത് മോളെ ഇവിടെ ഉറക്കി കടത്തിയിട്ട്. പത്രത്തിലും വാർത്തകളിലും എല്ലാം കണ്ടിട്ടുണ്ട്, വീട്ടിൽ വരുന്നവരെ അത്രയ്ക്ക് വിശ്വസിക്കാൻ പാടില്ലെന്ന്. പ്രായഭേദമന്യേ ആരെയും ഉപദ്രവിക്കുന്ന ജന്തുക്കളാണ്. എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്താലോ? ജാനിയുടെ മനസ്സ് പല വഴിക്ക് പാഞ്ഞു. പൂജയെയും ഡയാനയും പറഞ്ഞു വിടേണ്ടായിരുന്നു എന്ന് അവൾക്ക് തോന്നി. ആ നശിച്ച നിമിഷത്തെ അവൾ ശപിച്ചു. കൊണ്ടുവന്ന വസ്ത്രം പോലും മാറാതെ അവൾ കട്ടിലിൻ്റെ ഒരു വശത്തിരുന്നു. എത്ര ഇരുന്നിട്ടും വേദന സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇനിയും ഈ വേദന സഹിച്ച് ഇവിടെ ഇരുന്ന താൻ മരിച്ചു പോകും എന്ന് തോന്നിയപ്പോൾ മോളെ നല്ല രീതിയിൽ പുതപ്പിച്ച് 4 വശത്തും തലയിണകൾ കൊണ്ട് തടവെച്ചു. മുറിയുടെ വാതിൽ പൂട്ടി താക്കോൽ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ സ്റ്റെപ്പുകൾ താഴേക്കിറങ്ങി. മുകളിലത്തെ നിലയിൽ കതക് തുറക്കുന്നതും പൂട്ടുന്നതുമായ ശബ്ദം കേട്ടപ്പോൾ തന്നെ താഴെയുണ്ടായിരുന്ന എല്ലാ ചെകുത്താന്മാരുടെയും മുഖത്ത് ക്രൂരമായ ഒരു ചിരി വിടർന്നു. വിറയ്ക്കുന്ന കാലടികളോടെ വയറ്റിലൊരു കൈ അമർത്തിപ്പിടിച്ച് സാരിയുടെ അറ്റം ചുരുട്ടിപ്പിടിച്ചാണ് ജാനി സ്റ്റെപ്പുകൾ താഴേക്കിറങ്ങിയത്. ഹോളിലെത്തിയപ്പോൾ ആരും നോക്കുന്നില്ല എന്നത് അവൾക്കൊരു ആശ്വാസം തന്നെയായിരുന്നു. പിന്നെ കൂടുതലൊന്നും ചിന്തിക്കാതെ അവൾ നേരെ അടുക്കളയിലേക്ക് നടന്നു. ഒരു സോസ്പാനിൽ കുറച്ച് വെള്ളമെടുത്ത് സ്റ്റൗവിൽ ചൂടാക്കാൻ വെച്ചു. അവിടെ തന്നെ ചാരി അവൾ അങ്ങനെ നിന്നു. എന്താണേലും മക്കളെ, നിങ്ങളെല്ലാവരും കൂടെ ഇവിടെ ഇതും കുടിച്ചിരിക്കെ, ഞാൻ പോയി എൻ്റെ പെണ്ണിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. അതും പറഞ്ഞ് കയ്യിലിരുന്ന മദ്യം കൂടി കുടിച്ച് അത് മേശയിലേക്ക് വെച്ച് മുഖവും തുടച്ച് വിഷ്ണു അടുക്കളയിലേക്ക് നടന്നു. നടക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിന്നത് കുറച്ചു മുമ്പ് തൻ്റെ അടുത്തൂടെ കടന്നുപോയ ആ സുഗന്ധമായിരുന്നു. സായുവിൻ്റെ ഫോണിൽ പലതവണ കണ്ടിട്ടുണ്ട് ഇവളുടെ ഫോട്ടോ. അന്നേ കൊതിച്ചതാണ് ഈ ഒരു നിമിഷത്തിന് വേണ്ടി. ചേച്ചിയെയും അനുജത്തെയും കിടത്തണം കൂട്ടത്തിൽ. അതും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവൻ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ കണ്ടു പുറംതിരിഞ്ഞു നിന്ന് വെള്ളം തിളപ്പിക്കുന്നവളെ. എന്താ, എന്തെങ്കിലും ഹെൽപ്പ് വേണോ ഭൂമിദേവി? കരുത്തുറ്റ ആ ശബ്ദവും ബലിഷ്ഠമായ കൈകൾ തൻ്റെ ഷോൾഡറിലൂടെ അമർന്നതും ജാനി പേടിച്ചു വിറച്ചു. ഇനി എന്താകും അവിടെ നടക്കാൻ പോകുന്നതെന്ന് അറിയാൻ എല്ലാവർക്കും താല്പര്യമില്ലേ? ഇനി ജാനിയെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമോ? അഗ്നി വരാൻ ചാൻസ് ഉണ്ടോ? അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആരെയും? അതോ ഇവരെല്ലാവരും ചേർന്ന് നമ്മുടെ ജാനിയെ കൊല്ലുമോ? ശോ, എനിക്കറിഞ്ഞൂടാ. ബാക്കി കഥ അറിയാൻ ഭയങ്കര ആകാംക്ഷ. അതിനി നാളെ ആകണമല്ലോ എന്നോർത്തിട്ടുള്ളൊരു ചെറിയ വിഷമം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാവർക്കും കഥ ഇഷ്ടമാകുന്നുണ്ടോ? ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ എനിക്ക് 1000 ഫോളോവേഴ്സ് ഇതുവരെ എത്തിയിട്ടില്ല. പറ്റുന്നവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. താങ്ക് യു.